ഹോസിയയുടെ പുസ്തകം 4-ാം അധ്യായം 6-ാം തിരുവചനം പറയുകയാണ്, അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു. അറിവില്ലാത്തത് കൊണ്ടാണ് ജനം നശിച്ചു പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പിശാചിനെ കുറിച്ച് നമ്മളൊന്നറിയാൻ പോകണം. പിശാചുകൾ ഇത് പറയാൻ കാര്യമുണ്ട്. അതായത് പല ആളുകൾക്കും പിശാചുകളെക്കുറിച്ച് ഉള്ള ഒരു ചിന്തയെന്ന് പറയുന്നത്, ഈ കൊമ്പും വാലും വെച്ച ഒരു കറുത്ത രൂപം, ഇവൻ നമ്മുടെ ചില പറമ്പുകളിലൂടെ ഇങ്ങനെ നടക്കും. അത് ചില വെള്ളിയാഴ്ചകളിലാണ് നടക്കുന്നത്. അത് കല്ലറകളിലൊക്കെ പ്രത്യേകിച്ച് കാണും. രാത്രി 12 മണി വെള്ളിയാഴ്ച സ്ലാബ് തട്ടിത്തുറന്ന് ഇവൻ വന്നിങ്ങനെ നോക്കും. ആരുമില്ലാന്ന് കാണുമ്പോൾ വെളിയിലിറങ്ങും. എന്നിട്ട് കറങ്ങി നടന്ന് ചില ആളുകളെയൊക്കെ തട്ടിയിട്ട് രക്തമൊക്കെ കുടിക്കും. ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത ചില ആളുകളുടെ മനസ്സിൽ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ യക്ഷികളാരും ആണുങ്ങളില്ല എന്ന കാര്യം കൂടെ നമ്മളൊന്ന് ഓർക്കണം. യക്ഷികൾ ആണുങ്ങളുണ്ടോ? യക്ഷി കേട്ടിട്ടുണ്ടോ? ഇല്ല, എല്ലാം പെണ്ണുങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ആ വകുപ്പ് നമ്മളങ്ങ് എഴുതി തള്ളുകയാണ്. ഇങ്ങനെ വെള്ളിയാഴ്ച രാത്രി പാലപ്പൂ മണക്കുന്ന രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആ യക്ഷികളെക്കുറിച്ച്, അത്തരം പിശാചുക്കളെക്കുറിച്ച് നമ്മളങ്ങ് എഴുതി തള്ളുകയാണ്. മനുഷ്യാത്മാവ് മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ അവകാശമല്ല ഈ ഭൂമി. ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആത്മാവിനെ ഭൂമിയിൽ നിന്ന് എടുത്തു മാറ്റുക. അത് ദൈവത്തിൻ്റെ നീതിയാണ്. കാരണം ജീവനുള്ളവന് ജീവിക്കാനുള്ളതാണ് എന്ത്? ഭൂമി. അത് മരിച്ച ആത്മാക്കൾക്കുള്ളതല്ല. അപ്പോൾ പിന്നെ ഈ 40 ദിവസമൊക്കെയോ വെള്ളവിരിയൊക്കെ വിരിച്ച് തിരി കത്തിക്കുമല്ലോ. അപ്പോൾ ആത്മാക്കളൊക്കെ ഇങ്ങനെ കൂടെ ഇല്ലേ? എന്താണ് ഈ 40? യഹൂദൻ്റെ ഒരു ചിന്താഗതിയാണ് 40. അതായത് യഹൂദൻ സ്വർഗത്തിനിട്ടിരിക്കുന്ന സംഖ്യയാണ് 3. പരിശുദ്ധ ത്രിത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പഴയ നിയമത്തിൽ തന്നെ ത്രിത്വ സങ്കല്പമുണ്ട്. പിതാവായ ദൈവം, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, 110-ാം സങ്കീർത്തനം ത്രിത്വത്തിൻ്റെ സൂചനയാണ്. മെൽക്കിസദേക്ക് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവായിട്ടാണ് യഹൂദർ കണ്ടത്.